അൻവർ എന്ന് പറയുന്ന ഒരു MLA ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ഏറ്റെടുത്തുകൊണ്ട് പറഞ്ഞതിൻ്റെ ഭാഗമായി മലപ്പുറത്തേക്ക് ഇന്നോവ വിടാനോ അല്ലെങ്കിൽ കൊടിസുനിമാരെ അയക്കുവാനോ തയ്യാറാവേണ്ട, അങ്ങനെ വരുമ്പോൾ യൂത്ത് കോൺഗ്രസ് ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം പറഞ്ഞ വ്യക്തി എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന് കവചമൊരുക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. PV അൻവറിൻ്റെ വെളിപ്പെടുത്തലോട് കൂടി വലിയ തരത്തിലുള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത്. CPM പാർട്ടിയും നേതാക്കന്മാരെല്ലാം തന്നെ അൻവറിനെ പറയുന്ന ഒരു സാഹചര്യം, അൻവറിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം. ഈ ഘട്ടത്തിലാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ്, മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുതൂർ അദ്ദേഹത്തിന് സംരക്ഷണം നൽകും എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ വലിയ ചർച്ചയാവുകയാണ്. ഇപ്പം ഹാരിസ് മുതൂർ തന്നെ മീഡിയ വണ്ണപ്പം ചിരിക്കുകയാണ്. UDF അല്ലെങ്കിൽ UDFിൻ്റെ നേതാക്കന്മാരോ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോ ആരും തന്നെ അൻവറിനെ സ്വീകരിക്കുമെന്നോ അല്ലെങ്കിൽ അൻവറിന് സംരക്ഷണം നൽകുമെന്നോ തരത്തിലുള്ള യാതൊരുവിധ പ്രതികരണങ്ങളും നടത്തിയിട്ടില്ല. മാത്രമല്ല, അൻവറിനെ പാർട്ടിയിലേക്ക് എടുക്കുന്ന കാര്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യവും ചിന്തിച്ചിട്ടില്ലെന്ന് പോലും പറയുന്നു. നേതാക്കന്മാർ, മുന്നണിയിലെ നേതാക്കന്മാരും പാർട്ടിയുടെ നേതാക്കന്മാരും അങ്ങനെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് അൻവറിന് സംരക്ഷണം നൽകുമെന്ന് പറയുന്നത്? യൂത്ത് കോൺഗ്രസ് അൻവറിന് സംരക്ഷണം നൽകും എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് കൃത്യമായി അതിൽ എഴുതിയിട്ടുണ്ട്. CPMൻ്റെ തനതായ ഒരു ശൈലിയുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വിലക്ക് ഏർപ്പെടുത്തുക എന്നുള്ളതാണ്. ആരെങ്കിലും അഭിപ്രായം പറഞ്ഞ് അത് അവർക്ക് എതിരെ വരുമ്പോൾ നമുക്ക് മുൻകാല ചരിത്രങ്ങൾ കൃത്യമായിട്ട് അറിയുന്നതാണ്. കൊടിസുനിമാരെ അല്ലെങ്കിൽ ഇന്നോവ അയക്കുന്ന ഒരു രാഷ്ട്രീയ ശൈലിയാണ് സ്ഥിരമായി CPM ഉപയോഗപ്പെടുത്തുന്നത്. കണ്ണൂരിലെയും വടകരയിലെയും ഒക്കെ അനുഭവം നമ്മുടെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ വലിയ രീതിയിൽ മുഴച്ചു നിൽക്കുന്നുണ്ട്. അൻവർ എന്ന് പറയുന്ന ഒരു MLA ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ഏറ്റെടുത്തുകൊണ്ട് പറഞ്ഞതിൻ്റെ ഭാഗമായി മലപ്പുറത്തേക്ക് ഇന്നോവ വിടാനോ അല്ലെങ്കിൽ കൊടിസുനിമാരെ അയക്കുവാനോ തയ്യാറാവേണ്ട, അങ്ങനെ വരുമ്പോൾ യൂത്ത് കോൺഗ്രസ് ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം പറഞ്ഞ വ്യക്തി എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന് കവചമൊരുക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അൻവറിനെ എടുക്കണമോ അല്ലെങ്കിൽ അൻവറിനെ എടുക്കണ്ട എന്നൊക്കെ പറയാൻ യൂത്ത് കോൺഗ്രസ് പറയേണ്ടത് പാർട്ടിയാണ്, കോൺഗ്രസ്സാണ് അല്ലെങ്കിൽ മുന്നണിയാണ്. അതിലേക്കൊന്നും യൂത്ത് കോൺഗ്രസ് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ പാർട്ടി പറയേണ്ട, പാർട്ടി ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ്. ഈ പാർട്ടിയിൽ നിന്നോ അല്ലെങ്കിൽ മുന്നണിയിൽ നിന്നോ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള അല്ലെങ്കിൽ അൻവറിന് അനുകൂലമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ഒരു പ്രതികരണം ആരുടെ ഭാഗത്തുനിന്നും ഇല്ലാത്തൊരു ഘട്ടത്തിലാണ് യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാകുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഈ നേതാക്കന്മാരുടെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ നേതാക്കന്മാർക്കപ്പുറത്തേക്ക് ഒരു തീരുമാനമായി മാറുന്നില്ല? ഒരിക്കലുമില്ല. കാരണം യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാകും. ഇന്നോ അല്ലെങ്കിൽ ഇന്നലെയാണ് ഒതായിലൊരു ബോർഡ്, CPMൻ്റെ ഒരു ഫ്ലെക്സ് ബോർഡ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഭീഷണിയുടെ സ്വരം പല രീതിയിൽ നിന്നും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ കറങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെതിരെയാണ് യൂത്ത് കോൺഗ്രസ് നിലവിൽ പ്രസ്താവന ഇറക്കുകയോ അല്ലെങ്കിൽ പ്രതികരിക്കുകയോ ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ഈ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും നിലവിലുള്ളതാണ്. അപ്പോൾ അതിനെ വിലങ്ങ് വെക്കുന്ന ആരെങ്കിലും അത്തരത്തിൽ വലിയ കേരള സമൂഹം ഞെട്ടിലോടെ കേട്ട ഒരു ADGP ആഭ്യന്തര വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ കൊലപാതക സംഘങ്ങൾക്കും ലഹരി സംഘങ്ങൾക്കും അല്ലെങ്കിൽ സ്വർണ്ണാഭരണ കള്ളക്കടത്ത് സംഘങ്ങൾക്കും മാല പൊട്ടിക്കൽ സംഘങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്ന ഇടപെടുന്ന ഒരു സാഹചര്യം വെളിപ്പെടുത്തിയതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിനെതിരെ ഭീഷണിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഉന്മൂലനം ചെയ്യുന്ന അദ്ദേഹം തന്നെ ഇടക്കിടക്ക് പറയുന്നുണ്ട് എനിക്ക് ഭീഷണിയുണ്ട് എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളുമായി നമ്മുടെ മലപ്പുറം ജില്ലയിലേക്ക് CPM കടന്നു വരേണ്ട. ഇത് കണ്ണൂരോ അല്ലെങ്കിൽ മറ്റു CPMൻ്റെയോ കോട്ട പോലെയുള്ള ഒരു ജില്ലയല്ല. അങ്ങനെ വരുമ്പോൾ യൂത്ത് കോൺഗ്രസ് അതിൽ ഇടപെടും എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ കോൺഗ്രസ്സോ അല്ലെങ്കിൽ UDFോ സംരക്ഷണം നൽകുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ ഏറ്റെടുക്കൽ വേണ്ട എന്ന് പറയുന്നിടത്ത് എന്തിനാണ് യൂത്ത് കോൺഗ്രസ് അതിനകത്ത് കൃത്യമായി ഞാൻ എഴുതിയിട്ടുണ്ട്. അൻവർ ഒരിക്കലും ഈ അടുത്ത കാലത്തൊന്നും കോൺഗ്രസിനെ തള്ളിപ്പറയുന്ന ഒരു നിലപാടാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ പല നേതാക്കന്മാർക്കെതിരെയും വളരെ മോശമായ രീതിയിലൊക്കെ പ്രതികരണം നടത്തിയ ആളാണ്. അങ്ങനെ കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ DNA നോക്കണമെന്നൊക്കെ പരാമർശം നടത്തിയ ഒരാളെ സംരക്ഷിക്കേണ്ട ഒരു ആവശ്യം യൂത്ത് കോൺഗ്രസിനുണ്ട്? അല്ല, ഇതൊരു കേവലം ഒരു വ്യക്തിയെ സംരക്ഷണത്തിൻ്റെ ഒരു കാര്യമല്ല. കാരണം ഞാൻ എഴുതിയത് രാഹുൽ ഗാന്ധിയെക്കുറിച്ചൊക്കെ ഞാൻ അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ അന്ന് നഖശിഖാന്തം എതിർത്ത ആളുകളാണ് യൂത്ത് കോൺഗ്രസും നമ്മുടെ കോൺഗ്രസ് പ്രസ്ഥാനവും. ഇന്നും അത്തരത്തിലുള്ളതാണ്. അതിനകത്ത് ഞാൻ എൻ്റെ എഴുത്ത് അവസാനിപ്പിക്കുന്നത് പോലും നാളെ അൻവർ ഞങ്ങളെയും തള്ളി പറഞ്ഞേക്കാം എന്ന് കൃത്യമായിട്ട് ഞാൻ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അത് അത്തരത്തിലുള്ള ഒരു നിലപാട് പറച്ചിലല്ല, മറിച്ച് ഒരു വ്യക്തി ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ
ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം നടത്തുമ്പോൾ അദ്ദേഹത്തിനെതിരെ ഭീഷണി സ്വരത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഉന്മൂലനം ചെയ്യുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ എന്തെന്ന് പറയുക ഭീഷണിയുടെ സ്വരത്തിൽ അടിച്ചമർത്താം എന്നുള്ള രീതി വരികയാണെങ്കിൽ അതിൽ യൂത്ത് കോൺഗ്രസ് ഇടപെടും എന്നുള്ളതാണ് കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ഞാൻ എഴുതി വെച്ച തന്നെ മുന്നേ സൂചിപ്പിച്ചു, അവരുടെ തനതായ പാർട്ടി ഗുണ്ടകളെ അയക്കുന്ന രീതിയോ അല്ലെങ്കിൽ പാർട്ടി ഇന്നോവ അയക്കുന്ന രീതിയോ വരുമ്പോൾ അവിടെ കവചമൊരുക്കും എന്നുള്ളതാണ് കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുള്ളത്. അല്ലാതെ നാളെ തന്നെ അൻവറിനെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുന്ന നിലപാട് അത് യൂത്ത് കോൺഗ്രസ് പറയേണ്ട ഒന്നല്ല, അത് പാർട്ടി പറയേണ്ട തീരുമാനമാണ്. പാർട്ടി പറയുന്നതിനെ തന്നെയാണ് യൂത്ത് കോൺഗ്രസ് എന്നും അനുസരിക്കുന്നതും സ്വാഗതം ചെയ്യുന്നതൊക്കെ. അത് പറയാൻ യൂത്ത് കോൺഗ്രസ് ആളല്ല എന്ന വ്യക്തമായ ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ ഒരു കൊട്ടേഷൻ സംഘത്തെ അയക്കുന്ന അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ അല്ലെങ്കിൽ സത്യങ്ങൾ തങ്ങൾക്ക് നേരെ വെളിപ്പെടുത്തുന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രയാസപ്പെടുത്തുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെയുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹത്തെ ഉന്മൂലനം ചെയ്യാനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ മറ്റു തരത്തിൽ കൈകാര്യം ചെയ്യുവാനോ ഇറങ്ങി പുറപ്പെട്ടാൽ അവിടെ കവചമൊരുക്കുമെന്നുള്ളതാണ് കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. അതിനെ മറ്റൊരു തരത്തിലേക്ക് എടുക്കേണ്ട സാഹചര്യം നിലവിലില്ല. അത് പറയാൻ പാർട്ടിയാണ് ബാധ്യസ്ഥത, പാർട്ടിയുടെ നേതാക്കന്മാരാണ് അത് പറയേണ്ടത്. അങ്ങനെയാണെങ്കിൽ പോലും ഇപ്പോൾ ഈ നിലവിലെ ഈ ഒരു സാഹചര്യം കൂടെ നമ്മൾ നോക്കേണ്ടതുണ്ടല്ലോ. അൻവറിനെ എതിരെ അല്ലെങ്കിൽ അൻവറിനെ യാതൊരു വിധത്തിൽ സംരക്ഷണം നൽകാതെ അല്ലെങ്കിൽ അൻവർ കൊണ്ടുവരുന്ന വിഷയങ്ങളിലൊക്കെ തന്നെ അതൊന്നും വലിയ തരത്തിൽ UDF അല്ലെങ്കിൽ കോൺഗ്രസ് ഏറ്റെടുക്കുക പോലും ചെയ്യാത്തൊരു ഘട്ടത്തിൽ അല്ലെങ്കിൽ നേതാക്കന്മാർ, തലമുതിർന്ന നേതാക്കന്മാർ അല്ലെങ്കിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്ന നേതാക്കന്മാർ യാതൊരു വിധത്തിലുള്ള അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്നും മുന്നോട്ട് വയ്ക്കാത്തൊരു സാഹചര്യത്തിൽ ഇങ്ങനെ യൂത്ത് കോൺഗ്രസ് നൽകുമ്പോൾ അതൊരു തെറ്റായ സന്ദേശം പ്രവർത്തകർക്കിടയിലേക്ക് നൽകുകയല്ലേ, ഒരു തെറ്റായ കീഴ്വഴക്കമായി? ഒരിക്കലുമല്ല. കാരണം അൻവർ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളതും അല്ലെങ്കിൽ പൊതുസമൂഹം ഇന്ന് തിരിച്ചറിയുന്നത് പിണറായി വിജയനും സംഘപരിവാറിൻ്റെ നേതാക്കന്മാരും തമ്മിലുള്ള വലിയ അന്തർധാരയാണ് പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ തൃശ്ശൂർ പൂരം പോലെ കേരളത്തിൻ്റെ സംസ്കാരത്തെ അല്ലെങ്കിൽ കേരളത്തെ വിശ്വാസികളും അല്ലാത്ത പൊതുസമൂഹവും മലയാളികളും വലിയ രീതിയിൽ ഏറ്റെടുക്കുന്ന ആ തൃശ്ശൂർ പൂരത്തെ പോലും തച്ചുടക്കുന്ന ADGPയുടെ സംഘപരിവാറിൻ്റെ നേതാവായിട്ടുള്ള ആളുകൾ, ദത്തേത്രയ ഹസബുള്ള ഉൾപ്പെടെയുള്ള ആളുകൾ ADGP അജിത് കുമാറിൻ്റെ സ്വകാര്യ വാഹനത്തിൽ കൂടിക്കാഴ്ച നടത്തുന്ന ഉൾപ്പെടെയുള്ള വെളിപ്പെടുത്തുകൾ പ്രതിപക്ഷ നേതാവ് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞ 24-ാം തീയതി 3 ദിവസം മുന്നെയാണ് KPCCയുടെ ആഹ്വാനപ്രകാരം കേരളത്തിലെ മുഴുവൻ ബ്ലോക്കുകളിലും 280 ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും തൃശ്ശൂർ പൂരം കലക്കിയതിനെതിരെയും ഈ CPM അല്ലെങ്കിൽ മുഖ്യമന്ത്രി BJP അന്തർധാരക്കെതിരെയൊക്കെ വലിയതായ പ്രതിഷേധം കേരളത്തിലുണ്ട് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ആ സമയത്താണ് ഇത്തരത്തിൽ ഇന്ന് നടക്കുന്ന ഈ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കൂച്ചുവിലങ്ങിടുന്ന ഒരു വിഷയവുമായി CPM അവരുടെ തനതായ പാരമ്പര്യ ശൈലിയുമായി വരുമ്പോൾ അത് മലപ്പുറത്ത് വില പോകില്ല എന്നുള്ള വ്യക്തമായ സൂചനയാണ്. അതിനപ്പുറത്തേക്ക് ഇതിനെ ഒരു തരത്തിലും നിങ്ങൾ കൊണ്ടുപോകുകയോ അത്തരത്തിലേക്ക് കാണുകയോ ചെയ്യേണ്ട ഒന്നല്ല എന്ന് വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുക. അതായത് ഈ നിലപാട് യൂത്ത് കോൺഗ്രസ് നിലപാട് അതുമായിട്ട് മുന്നോട്ട് പോകും. കാരണം നേരത്തെ നിലമ്പൂരിൽ സമാനമായ രീതിയിൽ ഈ ലീഗിൻ്റെ ഒരു നേതാവ് സമാനമായ രീതിയിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്ന രീതിയിലുള്ളൊരു പോസ്റ്റ് ഇടുകയും പിന്നീട് അത് പിൻവലിക്കുകയും ചെയ്തു. പക്ഷേ യൂത്ത് കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം ഈ നിലപാട് നിലനിൽക്കും. അത് ഇപ്പം ആ നേതൃത്വം ഇടപെട്ടാലും അങ്ങനെ യൂത്ത് കോൺഗ്രസിൻ്റെ ശക്തമായ നിലപാട് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ഒരു അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ചില വെളിപ്പെടുത്തുകൾ അത് കേരളത്തിൻ്റെ CPMൻ്റെ ഒന്നാമത്തെ മുഖമായ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിക്കെതിരെ ആയതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ അവർ സ്ഥിരമായി രാഷ്ട്രീയ എതിരാളികളെ നേരിടുന്നത് പോലെ എതിരിടാൻ പാലപ്പുറത്തേക്ക് വരണ്ട എന്നുള്ളതാണ് കൃത്യമായ നിലപാട്. അത് കൊടിസുനിമാരെ അല്ലെങ്കിൽ അവരുടെ കിർമാണി മനോജുമാരെ പോലെയുള്ള കൊട്ടേഷൻ സംഘത്തെ അയക്കുകയും മാഷാ അല്ലാഹ് സ്റ്റിക്കർ ഒട്ടിച്ച് ഇന്നോവ വന്ന കാര്യങ്ങളൊക്കെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ വലിയ കാലപ്പഴക്കമില്ലാതെ വളരെ വെളിച്ചം പോലെ കിടക്കുകയാണ് കേരളത്തിൻ്റെ മലയാളികളുടെ മനസ്സാക്ഷിയിൽ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു രാഷ്ട്രീയവുമായി മലപ്പുറത്തേക്ക് വരണ്ട എന്നുള്ളതാണ്. അങ്ങനെ വന്നാൽ എന്തായാലും അവിടെ അൻവർ എന്നുള്ള വ്യക്തി എന്നല്ല, നാളെ ആരാണെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ചില വെളിപ്പെടുത്തുകൾ നടത്തിയതിൻ്റെ പേരിൽ ഭീഷണിയുടെ സ്വരമായി മലപ്പുറത്തേക്ക് വരണ്ട എന്നുള്ളതാണ് കൃത്യമായ നിലപാട്. തീർച്ചയായിട്ടും അത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതായത് അൻവറിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ആരും ഇങ്ങോട്ടേക്ക് വരണ്ട, അങ്ങനെ വരികയാണെങ്കിൽ അൻവറിന് സംരക്ഷണം നൽകും എന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നിലപാട് എന്ന് തന്നെയാണ് ഇപ്പോൾ ഹാരിസ് മുതൂർ പ്രതികരിക്കുന്നത്. ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1, തിരൂർ.